ശ്രീ പി സി വിശ്വനാഥ്, കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ പി സി വിശ്വനാഥ്, മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാണ്, CPM-ന് തിരിച്ചടിയാണ്, വീണയ്ക്ക് തിരിച്ചടിയാണ്. നേരത്തെ വീണയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തവരെ സംബന്ധിച്ചെല്ലാം തിരിച്ചടിയാണ്. കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ ഈ തീർപ്പ്, ചട്ടവിരുദ്ധമായ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം, ആ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? ഒരു ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ എന്തിനാണ് ഒരു വ്യക്തിയുടെ അഴിമതിക്ക് വേണ്ടിയിട്ട് ഇത്രമേൽ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുന്നത്. അതുപോലെ തന്നെ വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയും അതിന്റെ പാരമ്പര്യത്തെ എല്ലാം പണയം വെച്ചുകൊണ്ട് എന്തിനാണ് ഈ നിലയിലേക്ക് താഴുന്നത് എന്നതാണ് നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് പൊതുപണത്തിന്റെ ദുർവിനിയോഗം പോലും ഉണ്ട്. ഇവിടെ 1600 രൂപ പാവപ്പെട്ടവന് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നതിന് സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് പറയുന്ന സർക്കാരാണല്ലോ ദിവസം 25 ലക്ഷം രൂപ കൂലി വെച്ചിട്ട് പ്രതിഫലം വാങ്ങുന്ന മുന്തിയ അഭിഭാഷകരെ ഈ അഴിമതി കേസിലെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. ഇവിടെ പണമില്ല, അതുകൊണ്ട് സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില കൂട്ടുന്നു എന്ന് പറയുന്ന സർക്കാരാണല്ലോ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള, അഴിമതി നടന്നതിനെ മറയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നിയമ പോരാട്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ പൊതു ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തന്നെ സർക്കാരിന് തിരിച്ചടിയാണ്, നീതിയുടെ വിജയമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്.